അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഇരുവരും ആ ആൽമരത്തിനരികിലേക്ക് നടന്നു. സൂര്യൻ ഉദിക്കാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയാണ്. അവർ ആ വൃദ്ധൻ പറഞ്ഞതുപോലെ പ്രതീക്ഷ കൈവിടാതെ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഒരു വൃദ്ധ അവർക്കരികിൽ വന്നു നിന്നു. ഇരുവരും അതിശയത്തോടെ ആ വൃദ്ധയെ നോക്കി. ആ സ്ത്രീ അവരോട് ചോദിച്ചു, "മക്കളെ, ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നല്ലോ. അവിടേക്കുള്ള മാർഗം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കത് കാട്ടിത്തരാമോ?" ഒരു ഞെട്ടലോടെ ഇരുവരും മുഖാമുഖം ഒന്ന് നോക്കി. തങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അതേ കാര്യമാണ് ഈ വൃദ്ധയ്ക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ആ ഗ്രാമം ഇരുവർക്കും കാണാം. എന്നാൽ ആ വൃദ്ധയ്ക്ക് ആ ഗ്രാമം കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതെല്ലാം വനദേവതയുടെ കളികളായിരുന്നു അല്ലേ? അവർ അല്പനേരം ആലോചിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഇരുവർക്കും ഒരു ധാരണ ലഭിച്ചു. കൊച്ചുകേളു ആ സ്ത്രീയോട് പറഞ്ഞു, "ഗ്രാമത്തിലേക്കുള്ള വഴി ഞങ്ങൾ പറഞ്ഞു തരാം. പകരം ഞങ്ങളുടെ ബാല്യം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രായം പകുത്തു നൽകണം." ഇതു കേട്ട ആ വൃദ്ധ ഒരു ഞെട്ടലോടെ അവരോട് ചോദിച്ചു, "കുട്ടികളെ, നിങ്ങൾ എന്താ അബദ്ധമാണ് ഈ പറയുന്നത്? ബാല്യം വേണ്ടെന്ന് വെക്കുകയോ?" ഒരു ചെറു ചിരിയോടെ ഗോമതി പറഞ്ഞു, "ഞങ്ങൾക്ക് വനദേവതയ്ക്കരികിലെത്തണം. ഈ ചെറുപ്രായത്തിൽ ഗുഹയ്ക്കുള്ളിലൂടെ മുകളിലേക്ക് പോവുക പ്രയാസമാണ്. അതിനാൽ ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ അംഗീകരിക്കണം." ആ സ്ത്രീ ഒരിക്കൽ കൂടി അവരോട് ചോദിച്ചു, "ഇതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ട് പറയുന്നതാണോ ഇതൊക്കെ?" "അതെ," ഇരുവരും മറുപടി നൽകി. അതോടെ ആ വൃദ്ധയും അവരുടെ ആവശ്യത്തിന് തലയാട്ടി അനുമതി നൽകി. തൊട്ടടുത്ത നിമിഷം ആ വൃദ്ധ അവരുടെ ബാല്യത്തിലേക്ക് മാറി. ഗോമതിയും കൊച്ചുകേളുവും അവരുടെ വാർദ്ധക്യത്തിൻ്റെ ആദ്യ പാദത്തിലേക്ക് കടന്നു. ബാല്യത്തിലേക്ക് എത്തിയ ആ കുട്ടിയുടെ കണ്ണിൽ ഇപ്പോൾ ആ ഗ്രാമം ദൃശ്യമാണ്. ഗോമതിക്കും കൊച്ചുകേളുവിനും നന്ദി പറഞ്ഞ് അവർ ആ ഗ്രാമത്തെ ലക്ഷ്യമാക്കി നടന്നു. അല്പം വിഷമത്തോടെയും എന്നാൽ മുന്നോട്ടുള്ള യാത്ര ശാപമോക്ഷത്തിലേക്കുള്ളതാണല്ലോ എന്ന പ്രതീക്ഷയോടെയും ഗോമതിയും കൊച്ചുകേളുവും ആ ഗുഹാമുഖത്തേക്ക് നടന്നു. ഇനിയുള്ള യാത്രയിൽ ഇത്തരം എന്തെല്ലാം കാര്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് അവർക്കൊരു ധാരണയുമില്ലായിരുന്നു. വെൽക്കം ടു ഫൈൻ സ്റ്റോറി. അവരുടെ കയ്യിലുണ്ടായിരുന്ന റാന്തൽ വിളക്കിൻ്റെ സഹായത്തോടെ ഇരുവരും ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. പ്രായത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവരെ ആ പാറകൾ കയറി മുന്നേറുവാൻ നന്നേ പ്രയാസപ്പെടുത്തി. ശാപമോക്ഷം കിട്ടിയാലും ഇനിയുള്ള കാലം ഈ വാർദ്ധക്യത്തിൽ കഴിയേണ്ടി വരുമോ എന്ന ചിന്ത അവരെ അസ്വസ്ഥരാക്കി. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഏറെ പ്രയാസപ്പെട്ട് ഇരുവരും ആ ഗുഹയുടെ മറുവശത്ത് എത്തിച്ചേർന്നു. അപ്പോഴേക്കും കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചിരുന്നു. നേരിയ പ്രകാശം അവിടെ പതിക്കുവാൻ തുടങ്ങി. ഈ സമയം ഒരു ബാലൻ അവർക്ക് മുന്നിലേക്ക് ഓടി വന്നു. ഏറെ കൗതുകത്തോടെ അവർ ആ ബാലനോട് ചോദിച്ചു, "നീ ഈ വന്യതയിൽ തനിച്ച് എന്താണ് ചെയ്യുന്നത്?" ഏറെ ആവേശത്തോടെ അവൻ അവരോട് പറഞ്ഞു, "ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയാണ്. പക്ഷേ ഇവിടെ നിന്നും താഴേക്ക് പോകാനുള്ള ഗുഹാ കവാടം കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാം. വനദേവതയിൽ നിന്നും സ്വന്തമാക്കിയ മാന്ത്രിക ശക്തിയുടെ പാതി നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകാനും തയ്യാറാണ്." ഇത് കേട്ടതും ഇരുവരും അതിശയിച്ച് നിന്നുപോയി. തങ്ങൾ മുൻപ് അനുഭവിച്ച അതേ കാര്യം. എന്നാൽ ഈ ബാലൻ സമ്പത്തിനു പകരം മന്ത്രസിദ്ധിയാണ് വനദേവതയിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നതെന്ന് മാത്രം. എന്തായാലും ഈ ബാലൻ നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. നമ്മുടെ യൗവനത്തിലേക്ക് തിരികെ പോകാനുള്ള അവസരം. ഇരുവരുടെയും മുഖത്ത് ഒരു ചിരി വിടർന്നു. ഗോമതി ആ ബാലനോട് പറഞ്ഞു, "ഞങ്ങൾക്ക് നിന്റെ മന്ത്രസിദ്ധിയൊന്നും വേണ്ട. പകരം നിന്റെ ബാല്യം ഞങ്ങൾക്ക് നൽകിയാൽ മതി." ഇത് കേട്ട ആ ബാലന് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായില്ല. അവൻ അവരോട് അത് മനസ്സിലാക്കി തരുവാൻ ആവശ്യപ്പെട്ടു. കൊച്ചുകേളു ഇക്കുറി അവന് വ്യക്തമായ വിധം കാര്യങ്ങൾ വിശകലനം ചെയ്തു കൊടുത്തു. ഇത് കേട്ട ബാലൻ ആകെ വിഷമത്തിലായി. എന്നാൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അവൻ അവരുടെ ആവശ്യം അംഗീകരിച്ചു നൽകി. കണ്ണു ചിമ്മുന്ന മാത്രയിൽ ആ ബാലൻ ജരാനര ബാധിച്ച ഒരു വൃദ്ധനായി മാറി. ആ ബാലൻ്റെ ബാല്യം പകുത്തു കിട്ടിയ ഗോമതിയും കൊച്ചുകേളുവും അവരുടെ യൗവനത്തിലേക്ക് എത്തിച്ചേർന്നു. ഏറെ സന്തോഷത്തോടെ അവർ ആ വൃദ്ധന് ഗുഹാകവാടം കാട്ടിക്കൊടുത്തു. മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ മുറിവുമായി നടന്നു നീങ്ങുന്ന ആ വൃദ്ധനെ അവർ അല്പനേരം നോക്കി നിന്നു. ശേഷം ഒരു നെടുവേർപ്പിട്ട് അവർ മുന്നോട്ടേക്ക് നടന്നു നീങ്ങി.
തങ്ങളുടെ യൗവനം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവരുടെ നടത്തത്തിൻ്റെ വേഗത കൂടി. നേരം ഇരുട്ടും മുന്നേ അവർ വനദേവത കുടിയിരിക്കുന്ന ആ വനഭാഗത്ത് എത്തിച്ചേർന്നു. എന്നാൽ അവിടെ ആ കൽവിളക്ക് കാണുന്നില്ല. അവർ അവിടമാകെ തിരിഞ്ഞു നോക്കി. എന്നാൽ ആ കൽവിളക്ക് കണ്ടെത്താൻ അവർക്കായില്ല. സമയം കടന്നുപോയി, നേരം ഇരുട്ടി തുടങ്ങി. പക്ഷെ ആ കൽവിളക്ക് കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വനദേവതയെ വിളിച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആ കാടിൻ്റെ സ്വഭാവം മാറുന്നതായി അവർ ശ്രദ്ധിച്ചു. രാത്രിയുടെ പേടിപ്പെടുത്തുന്ന ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പലയിടത്തും അത്ഭുതപ്പെടുത്തുന്ന വിളക്കുകൾ തെളിയുവാൻ തുടങ്ങി. ആ വെളിച്ചം അവിടമാകെ പരന്നു. ആ കാഴ്ച കണ്ട് അവർ അതിശയിച്ചു നിന്നു. ഒട്ടും വൈകാതെ അവർ ഒരു അശരീരി കേട്ടു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നിങ്ങൾ എൻ്റെ അരികിലേക്ക് മടങ്ങി വന്നതിൽ ഞാൻ സംതൃപ്തയാണ്. എന്നാൽ എൻ്റെ ശാപത്തിൽ നിന്നും നിങ്ങൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്നും വാങ്ങിയെടുത്ത സ്വത്തുക്കളുടെ ഒരു ഭാഗമെങ്കിലും എൻ്റെ മുന്നിൽ തിരികെ സമർപ്പിക്കണം. നിങ്ങളുടെ കൈവശം അത് ഇല്ലാത്ത പക്ഷം എന്നിൽ നിന്നും സമ്പത്ത് വരദാനമായി വാങ്ങി ഇവിടെ നിന്നും മടങ്ങുന്ന ആരിൽ നിന്നെങ്കിലും അത് വാങ്ങിയെടുത്ത് എനിക്ക് മുന്നിൽ സമർപ്പിച്ചാലും മതി. ഇതാണ് നിങ്ങളുടെ മോക്ഷമാർഗം. ഇത്രയും പറഞ്ഞ് ആ ശബ്ദം മെല്ലെ അന്തരീക്ഷത്തിൽ ലയിച്ച് ഇല്ലാതെയായി. അവിടെ പ്രകാശിച്ചിരുന്ന മാന്ത്രിക വിളക്കുകൾ ഓരോന്നായി കെടുവാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിന്നു. എന്നാൽ അവർക്ക് അധിക നേരം വിഷമിക്കേണ്ടി വന്നില്ല. അല്പം അകലെ നിന്നും ഒരു യുവതിയുടെ കരച്ചിൽ അവർ കേട്ടു. ഏറെ ആവേശത്തോടെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഇരുവരും ഓടിച്ചെന്നു. കണ്ടാൽ ഒരു രാജകുമാരിയെ പോലെ തോന്നുന്ന ഒരു യുവതി ആ വഴിയരികിൽ വിഷമിച്ചിരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഗോമതിയെയും കൊച്ചുകെളുവിനെയും കണ്ടതും ആ യുവതി തൻ്റെ കയ്യിലെ റാന്തൽ വിളക്ക് അല്പമൊന്ന് ഉയർത്തി ഏറെ പ്രതീക്ഷയോടെ അവരെ ഒന്ന് നോക്കി. ശേഷം ആവേശത്തോടെ അവർക്കരികിലേക്ക് നടന്നു ചെന്നു. എന്നിട്ട് അവരോട് ആ യുവതി ഇപ്രകാരം ചോദിച്ചു: താഴ്വരയിലെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള വഴി എനിക്ക് തെറ്റിയിരിക്കുന്നു. ഇനി എങ്ങനെ മടങ്ങിപ്പോകുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കെന്നെ സഹായിക്കാനാകുമോ? ഈ ചോദ്യത്തിനായി കാത്തുനിന്ന ഗോമതിയും കൊച്ചുകേളുവും പരസ്പരം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു: തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പക്ഷേ പാരിതോഷികമായി നിങ്ങൾ വനദേവതയിൽ നിന്നും സ്വന്തമാക്കിയ സമ്പത്തിൻ്റെ പാതി ഞങ്ങൾക്ക് തരണം. ഇത് കേട്ടതും ആ സ്ത്രീയുടെ മുഖം മങ്ങി. അവർ ചിന്താകുലയായി നിന്നു. അല്പനേരം ആലോചിച്ച ശേഷം അവർ ഇങ്ങനെ മറുപടി നൽകി: എനിക്ക് നിങ്ങൾ ഗ്രാമത്തിലേക്കുള്ള വഴി മുഴുവനും പറഞ്ഞു തരേണ്ടതില്ല. മറിച്ച് കേവലം ആ ഗുഹാ കവാടത്തിലേക്കുള്ള മാർഗം മാത്രം കാട്ടിത്തന്നാൽ മതി. പാരിതോഷികമായി ഞാൻ എനിക്ക് കിട്ടിയ സമ്പത്തിൻ്റെ 1/4 നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഈ മറുപടി കേട്ട കൊച്ചുകെളുവിനും ഗോമതിക്കും ഉള്ളിൽ ഒരു ചിരിയാണ് തോന്നിയത്. അത് ഉള്ളിലൊതുക്കി ഇരുവരും ആ യുവതിയോട് ചോദിച്ചു: നിങ്ങളിത് ആലോചിച്ചെടുത്ത തീരുമാനമാണോ? അതെ, ആ യുവതി മറുപടി നൽകി. ഒരു ചെറു ചിരിയോടെ ഗോമതിയും കൊച്ചുകേളുവും ആ യുവതിക്ക് ഗുഹാമുഖത്തേക്ക് പോകാനുള്ള വഴിക്ക് നേരെ വിരൽ ചൂണ്ടി കാട്ടിക്കൊടുത്തു. അതോടെ യുവതിക്ക് മുന്നിൽ മറഞ്ഞിരുന്ന ആ വഴി പ്രത്യക്ഷപ്പെട്ടു. ഒട്ടും വൈകാതെ യുവതിയുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളുടെ 1/4 ഭാഗം ഗോമതിയുടെയും കൊച്ചുകേളുവിൻ്റെയും ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. തൻ്റെ സമ്പത്തിൽ കുറവ് വന്നതിൽ ദുഃഖം തോന്നിയെങ്കിലും വഴി കണ്ടെത്താൻ സഹായിച്ചതിൽ അവരോട് നന്ദി പറഞ്ഞ് ആ യുവതി അവിടെ നിന്നും നടന്നകന്നു. ഏറെ സന്തോഷത്തോടെ ഇരുവരും അവർക്ക് കിട്ടിയ ആഭരണങ്ങൾ അഴിച്ച് നിലത്ത് വെച്ചിട്ട് കണ്ണടച്ച് വനദേവതയെ പ്രാർത്ഥിച്ചു. ഇരുവരും കണ്ണു തുറന്നപ്പോൾ കാണുന്നത് അവർക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന കൽവിളക്കാണ്. ഞൊടിയിടയിൽ ആ രാത്രി പകൽ പോലെ പ്രകാശിക്കുന്ന കാഴ്ച കണ്ട് അവർ അതിശയിച്ച് നിന്നുപോയി. ഒട്ടും വൈകാതെ ആ പ്രകാശം മങ്ങുവാൻ തുടങ്ങി. കൽവിളക്കിലെ തീനാളം പൂർണ്ണമായും അണഞ്ഞതോടെ ഇരുവരും ആ കാട്ടിൽ നിന്നും അവർ നേരത്തെ തങ്ങിയ ആ അത്ഭുത ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവർ ആ വൃദ്ധൻ്റെ കുടിലിനു മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വൃദ്ധൻ പറഞ്ഞത് പ്രകാരം ശാപമോക്ഷം കിട്ടിയ ഗോമതിയും കൊച്ചുകേളുവും പിന്നീടുള്ള കാലം ആ വൃദ്ധൻ്റെ കുടിലിൽ ആ അത്ഭുത ഗ്രാമത്തിൻ്റെ ഭാഗമായി ജീവിക്കുവാൻ തുടങ്ങി. സ്വർണത്തെക്കാളും പണത്തിനേക്കാളും സമ്പന്നമായ പലതും നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന യാഥാർത്ഥ്യത്തിൻ്റെ തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൻ്റെ മാറ്റുകൂട്ടി. പിന്നീടുള്ള കാലം വനദേവതയുടെ അനുഗ്രഹത്തോടെ സർവ്വ ഐശ്വര്യങ്ങളോടെയും അവർ ആ ഗ്രാമത്തിൽ ജീവിച്ചു.